ഈ വർഷത്തെ USS എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 1 ബാക്കി ഭാഗങ്ങളും ചാപ്റ്റർ 2 കുറച്ച് ഭാഗങ്ങളും ചേർന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക, മാർക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്തത് ആരാണ്? ഓപ്ഷൻസ്: അക്ബർ, ഔറംഗസേബ്, ദാര ഷുക്കോ, ഷാജഹാൻ. ഉത്തരം ദാര ഷുക്കോ ആണ് മഹാഭാരതം വിവർത്തനം ചെയ്തത്. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ, ഹിന്ദി എന്നിവയുടെ സംയോജനത്താൽ രൂപപ്പെട്ട ഭാഷ ഏതാണ്? ഓപ്ഷൻസ്: ഉറുദു, ബംഗാളി, തമിഴ്, മറാത്തി. ഉത്തരം ഉറുദു ആണ്. അടുത്തത്, മുഗളന്മാർ കൊണ്ടുവന്ന ഇന്ത്യൻ പേർഷ്യൻ ശൈലികളുടെ സമന്വയം ഏത് വാസ്തുവിദ്യ ശൈലിയാണ്? ഓപ്ഷൻസ്: ദ്രാവിഡൻ, മുഗൾ, ഇൻഡോ സാരസനി, ഗോതിക്. ഉത്തരം മുഗൾ ശൈലിയിലാണ്. ഏത് സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഹംപിയിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻസ്: മുഗൾ സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം. ഉത്തരം വിജയനഗര സാമ്രാജ്യമാണ് ഹംപിയിൽ കാണപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1336 CE, 1536 CE, 1436 CE, 1636 CE. ഉത്തരം 1336 CE. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ ആരായിരുന്നു? ഓപ്ഷൻസ്: അക്ബറും ജഹാംഗീറും, ഹുമയൂണും, ബാബറും, ഹരിഹരനും, ബുക്കനും, ശിവാജിയും, സംഭാജിയും. ഉത്തരം ഓപ്ഷൻ സി, ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻസ്: ബാബർ, അക്ബർ, കൃഷ്ണദേവരായർ, ഔറംഗസേബ്. ഉത്തരം കൃഷ്ണദേവരായരാണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി. 1800 ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻസ്: റാൽഫ് ഫിച്ച്, പിയറി ജാറിക്ക്, കേണൽ മക്കൻസി, ഡൊമിംഗോ പേസ്. ഓപ്ഷൻ സി, കേണൽ മക്കൻസിയാണ്. കൃഷ്ണദേവരായർ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ്: അക്ബർനാമ, അമുക്തമാല്യത, സുസൂക്കി ജഹാംഗിരി, ബാബുനാമ. ഉത്തരം അമുക്തമാല്യതയാണ് കൃഷ്ണദേവരായരുടെ പുസ്തകം. വിജയനഗര ഭരണ സംവിധാനത്തിലെ പ്രാഥമിക വിഭജനം എന്താണ്? മണ്ഡലം, സർക്കാർ, പർഗാന, ഗ്രാമ. ഉത്തരം മണ്ഡലമാണ് വിജയനഗര ഭരണ സംവിധാനത്തിൽ പ്രാഥമിക വിഭജനം. ഏത് തരത്തിലുള്ള ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര വാസ്തുവിദ്യയിൽ പ്രമുഖമായത്? സ്തൂപങ്ങൾ, ഗോപുരങ്ങൾ, മിനാരങ്ങൾ, പഗോഡകൾ. ഉത്തരം ഗോപുരങ്ങളാണ് വിജയനഗര വാസ്തുവിദ്യയിൽ പ്രമുഖമായത്. ഏത് ക്ഷേത്രമാണ് വിജയനഗര വാസ്തുവിദ്യയുടെ ഉദാഹരണം? ഓപ്ഷൻസ്: ചെങ്കോട്ട, താജ്മഹൽ, ഹസാര രാമക്ഷേത്രം, കുത്തബ് മീനാർ. ഉത്തരം കുത്തബ് മീനാറാണ് വിജയനഗര വാസ്തുവിദ്യയുടെ ഉദാഹരണം. വിജയനഗരത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? ഓപ്ഷൻസ്: വ്യാപാരം, കൃഷി, കരകൗശല വസ്തുക്കൾ, മത്സ്യബന്ധനം. ഉത്തരം കൃഷിയാണ് വിജയനഗരത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ. വിജയനഗര വിപണിയെക്കുറിച്ച് വിശദമായി വിവരിച്ച സഞ്ചാരി ആരാണ്? റാൽഫ് ഫിച്ച്, പിയറി ജാറിക്ക്, ഡൊമിംഗോ പയസ്, ടാവർണിയർ. ഡൊമിംഗോ പയസാണ് വിജയനഗര വിപണിയെക്കുറിച്ച് വിശദമായി വിവരിച്ചത്. വിജയനഗരത്തിൽ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജലസംഭരണി ഏതാണ്?
ഓപ്ഷൻസ് കമലപുരം തടാകം, ദാൽ തടാകം, ചിലിക്ക തടാകം, വേമ്പനാട് തടാകം. ഉത്തരം കമലപുരം തടാകമാണ് വിജയനഗരത്തിൽ ജലസംഭരണി. ഏത് പുസ്തകത്തിലാണ് അക്ബറിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻസ് ഐൻ ഇ അക്ബരി, ബാബുനാമ, തുസുക്കി ഇ ജഹാംഗീരി, അക്ബർനാമ. ഉത്തരം ഐൻ ഇ അക്ബരി. വിജയനഗരത്തിലെ വിദേശ വ്യാപാരത്തിൽ ആർക്കായിരുന്നു കുത്തക? ഓപ്ഷൻസ് അറബികളും ചൈനക്കാരും, ബ്രിട്ടീഷും ഫ്രഞ്ചും, പോർച്ചുഗീസും അറബികളും, ഡച്ചും പോർച്ചുഗീസും. ഉത്തരം പോർച്ചുഗീസും അറബികളും. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഓപ്ഷൻസ് മിലിറ്ററി കമാൻഡർ, കോടതി സംഗീതജ്ഞർ, പണ്ഡിതന്മാർ, വ്യാപാരികൾ. ഉത്തരം പണ്ഡിതന്മാരാണ് അഷ്ടദിഗ്ഗജങ്ങൾ. താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഓപ്ഷൻസ് ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ. ഉത്തരം ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചത്. ഏത് മുഗൾ നഗരമാണ് ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആഗ്ര, ഡൽഹി, ലാഹോർ, സൂറത്ത്. ഡൽഹിയാണ് ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ടത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻസ് ബാബർ, ഹുമയൂൺ, അക്ബർ, ഔറംഗസേബ്. ഉത്തരം ബാബറാണ്. പെരുമാൾ തിരുമൊഴിയുടെ രചയിതാവ് ആരാണ്? ചാപ്റ്റർ 2 ചോദ്യമാണ്. ദമസവണ്ണ, കബീർ, കുലശേഖര ആൾവാർ, അപ്പാർ. ഉത്തരം കുലശേഖര ആൾവാറാണ് പെരുമാൾ തിരുമൊഴിയുടെ രചയിതാവ്. ഭക്തിപ്രസ്ഥാനത്തിൽ ആഴ്വാർമാരും നായനാരും ആരാധിച്ചിരുന്ന പ്രാഥമിക ദൈവങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓപ്ഷൻസ് ബ്രഹ്മാവും വിഷ്ണുവും, ശിവനും പാർവതിയും, വിഷ്ണുവും ശിവനും, രാമനും കൃഷ്ണനും. ഉത്തരം വിഷ്ണുവും ശിവനും. മധ്യകാല ഇന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം ഏത് സാമൂഹിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസ പരിഷ്കരണം, ജാതി വിവേചനം, വ്യാവസായിക വികസനം, പരിസ്ഥിതി സംരക്ഷണം. ഉത്തരം ജാതി വിവേചനം. ചർച്ചകൾക്കായി അനുഭവ മണ്ഡപം സ്ഥാപിച്ചത് ആരാണ്? കബീർ, ബസവണ്ണ, നമ്മാൾവാർ, കുലശേഖര ആൾവാർ. ബസവണ്ണയാണ് അനുഭവ മണ്ഡപം സ്ഥാപിച്ചത്. കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എങ്ങനെയാണ്? സംസ്കൃതം, പേർഷ്യൻ, ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ, തമിഴ്. ഉത്തരം ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ് കബീർ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. കബീറിൻ്റെ പ്രധാന സന്ദേശങ്ങളിലൊന്ന് എന്തായിരുന്നു? ഓപ്ഷൻസ് ആചാരങ്ങൾ കർശനമായി പാലിക്കൽ, വിഗ്രഹാരാധനയിലുള്ള വിശ്വാസം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം, കൂടുതൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക. ഉത്തരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം. വീരശൈവ പ്രസ്ഥാനം എന്താണ് ചോദ്യം ചെയ്തത്? ഓപ്ഷൻസ് ശൈശവിവാഹം, കാർഷിക രീതികൾ, ബ്രാഹ്മണ മേധാവിത്വവും ജാതി വ്യവസ്ഥയും, രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം. ഉത്തരം ബ്രാഹ്മണ മേധാവിത്വവും ജാതി വ്യവസ്ഥയും. ഏതു നൂറ്റാണ്ടിലാണ് ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം വ്യാപകമായി പ്രചരിപ്പിച്ചത്? CE 6-ാം നൂറ്റാണ്ട്, CE 8-ാം നൂറ്റാണ്ട്, CE 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ, CE 15-ാം നൂറ്റാണ്ട്. ഉത്തരം CE 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ. ആഴ്വാർമാരുടെ ഭാഗമായ പ്രശസ്ത വനിതാ കവി ആരായിരുന്നു? ഓപ്ഷൻസ് ആണ്ടാൾ, ലല്ല, അക്ക മഹാദേവി, മീരാഭായി. ഉത്തരം ആണ്ടാളായിരുന്നു പ്രശസ്ത വനിതാ കവി.
നായനാർമാരുടെ രചനകൾ മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? രാമായണം, തിരുമുറൈകൾ, 4 അടിയാർ, സംഘം കവിത. ഉത്തരം തിരുമുറൈകൾ എന്നതാണ് നായനാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത്. ഭക്തി പ്രസ്ഥാനത്തിൽ സ്തുതിഗീതങ്ങളും ഗാനങ്ങളും ഏത് ഭാഷയിലാണ് സാധാരണയായി രചിക്കപ്പെട്ടത്? സംസ്കൃതം, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകൾ, പേർഷ്യൻ. പ്രാദേശിക ഭാഷകളിലാണ് രചിക്കപ്പെട്ടിരുന്നത്. വേദങ്ങളുടെയും ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെയും അധികാരത്തെ ചോദ്യം ചെയ്ത പ്രസ്ഥാനം ഏതാണ്? ഭക്തി പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം, വീരശൈവ പ്രസ്ഥാനം, മുഗൾ പ്രസ്ഥാനം. ഉത്തരം വീരശൈവ പ്രസ്ഥാനം. ഗുരുനാനാക്ക് ജനിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: ഇന്ത്യയിൽ, പഞ്ചാബിലെ തൽവണ്ടിയിൽ, ഇപ്പോൾ പാകിസ്ഥാനിലാണ്, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഉത്തരം പഞ്ചാബിലെ തൽവണ്ടിയിൽ, ഇതിപ്പോൾ പാകിസ്ഥാനിലാണ്. അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്: സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ്: ഖുറാൻ, ബൈബിൾ, ആദി ഗ്രന്ഥം അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബ്, ഭഗവത്ഗീത. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.